ഉറവക്കുണ്ട് സ്കൂളിൽ പഠിക്കുന്ന കാലം. സ്കൂളിനു വേണ്ടി പണം സ്വരൂപിക്കാനായി പ്രധാന അധ്യാപകൻ ഒരു പരിപാടി സംഘടിപ്പിച്ചു. അക്കാലത്തെ പ്രശസ്ത നർത്തകി ഋഷ്യേന്ദ്രമണിയുടേതാണ് പ്രധാന പരിപാടി. നോട്ടീസുകൾ അച്ചടിച്ച് വിപുലമായി ഗ്രാമത്തിൽ വിതരണം ചെയ്തു. നൃത്ത ദിവസമായി. അപ്രതീക്ഷിതമായ കാരണത്താൽ നർത്തകിക്ക് അവിടെ എത്താൻ കഴിഞ്ഞില്ല. പ്രധാന അധ്യാപകൻ ലക്ഷ്മിപതി പരിഭ്രാന്തിയിലായി. ഋഷ്യേന്ദ്രമണി വരുമെന്ന് വിളംബരം ചെയ്തിരുന്നതാണ്. ജില്ലയിലെ പ്രധാന അതിഥികളെല്ലാം എത്തിയിട്ടുണ്ട്. അവരോട് എന്തു പറയും? ഈ സമയത്ത് സത്യൻ പ്രധാന അധ്യാപകന്റെ മുറിയിൽ ചെന്ന് ശാന്തമായി പറഞ്ഞു, പരിഭ്രാന്തരാകാതിരിക്കൂ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ അത്? അദ്ദേഹം തിരക്കി. ഋഷ്യേന്ദ്രമണി എന്തൊക്കെയാണോ ഇവിടെ പ്രദർശിപ്പിക്കാൻ ഉദ്ദേശിച്ചിരുന്നത് അതെല്ലാം ഞാൻ ചെയ്ത് കാണിച്ചു കൊള്ളാം. ഞാൻ തന്നെ ഋഷ്യേന്ദ്രമണിയാകാം. അവർ കാണിക്കുന്ന ഇനം ഞാനും ചെയ്യാം. താഴെ കിടക്കുന്ന ദണ്ടിനു പകരം എൻ്റെ കൺപോളകൾ കൊണ്ട് താഴെ കിടക്കുന്ന സൂചി ഞാൻ എടുക്കാം. ഋഷ്യേന്ദ്രമണിയുടെ നൃത്തം പ്രസിദ്ധം. തലയിൽ ഒരു കുപ്പി വച്ച് അതിൻ മുകളിൽ ഒരു പ്ലേറ്റും വയ്ക്കും. പ്ലേറ്റിൽ കത്തുന്ന തിരകൾ. ഇതെല്ലാം തലയിൽ വച്ചുകൊണ്ട് അവർ നൃത്തമാടും. മാത്രമല്ല, താഴെ തറയിൽ കിടക്കുന്ന വടി കുനിഞ്ഞെടുക്കും. തലയിലിരിക്കുന്നതെല്ലാം അപ്പോഴും അങ്ങനെ തന്നെ ഇരിക്കും. അദ്ദേഹം ഉടൻ സമ്മതിച്ചു. വേറെ എന്ത് ചെയ്യും? എവിടെ നിന്നോ സാരിയും തിരിയും കുപ്പിയും എല്ലാം ആരോ കൊണ്ടുവന്നു. ഋഷ്യേന്ദ്രമണി വന്നിട്ടുണ്ടെന്ന് ഇതിനിടയിൽ അധ്യാപകൻ അനൗൺസ് ചെയ്തു. കാണികൾ ഉഷാറായി. നൃത്തം ആരംഭിക്കാറായി. ഋഷ്യേന്ദ്രമണിയായി വേഷം കെട്ടി ചിലങ്കയണിഞ്ഞ് സത്യൻ രംഗത്തെത്തി. കർട്ടൻ ഉയർന്നു. ഋഷ്യേന്ദ്രമണി തന്നെ എന്ന് കാണികൾക്കും തോന്നി. സത്യന്റെ പാദചലനത്തിലൂടെ കാണികളെ വിസ്മയിപ്പിച്ചു. അപ്പോഴേക്കും ഒരു ടീച്ചർ വന്ന് സത്യന്റെ തലയിൽ കുപ്പി വെച്ചു. മറ്റൊരാൾ വന്ന് ഒരു പ്ലേറ്റ് അതിനു മുകളിൽ വെച്ചു. വേറൊരാൾ കൊളുത്തിയ ദീപവും. ഇതെല്ലാം ഓരോന്നായി വച്ചത് ഇത് പരസ്പരം ഒട്ടിച്ചു വച്ചിട്ടില്ല എന്ന് കാണികളെ ബോധ്യപ്പെടുത്താനാണ്. നൃത്തം തുടങ്ങി. താഴെ തറയിലിട്ടിരുന്ന സൂചി കുനിഞ്ഞു ചെന്ന് സത്യൻ കൺപോളകൾ കൊണ്ട് എടുത്തു. നൃത്തം കഴിഞ്ഞതോടെ ഇടി മുഴങ്ങും വിധം കരഘോഷമുയർന്നു. കാണികളിൽ ബ്രിട്ടീഷുകാരനായ കളക്ടർ ഉണ്ടായിരുന്നു. പേര് ഹാർസ്ലി. ഹാർസ്ലിക്ക് ഋഷ്യേന്ദ്രമണിയെ അനുമോദിക്കണമെന്നും മെഡൽ സമ്മാനിക്കണമെന്നും ആഗ്രഹമുണ്ടായി. അദ്ദേഹം ഋഷ്യേന്ദ്രമണിയായ സത്യന്റെ ഉടുപ്പിൽ മെഡൽ കുത്തുവാൻ ആഗ്രഹിച്ചു. പക്ഷേ സത്യൻ സമ്മതിച്ചില്ല. ഹെഡ് മാസ്റ്റർ പുറകിൽ നിന്ന് പതുക്കെ പറഞ്ഞു, കുട്ടി, അത് കളക്ടറാണ്. മെഡൽ കുത്താൻ അദ്ദേഹത്തെ അനുവദിക്കൂ. വെങ്കപ്പരാജുവും ആവശ്യപ്പെട്ടു. കളക്ടറാണ് ആവശ്യപ്പെടുന്നത്. അദ്ദേഹം പറയുന്നത് അനുസരിക്കൂ. പക്ഷേ സത്യൻ വഴങ്ങിയില്ല. ബാലൻ പറഞ്ഞു, എന്നെ തൊടാൻ പാടില്ല. എനിക്കിത് ഇഷ്ടമല്ല. മെഡൽ എനിക്ക് സമ്മാനിക്കാൻ ആഗ്രഹമെങ്കിൽ കയ്യിൽ തന്നേക്കൂ. കളക്ടർ വല്ലാതായി. അദ്ദേഹം അപേക്ഷാസ്വരത്തിൽ പറഞ്ഞു, എന്നെ സഹോദരനായി കണ്ടാൽ മതി. സത്യനും അതേ സ്വരത്തിൽ ഭാവത്തിൽ പറഞ്ഞു, എന്നെ സഹോദരിയായി കാണൂ. സഹോദരിയെ അനാവശ്യമായി സ്പർശിക്കാതിരിക്കൂ. 10 മിനിറ്റോളം വാദം നീണ്ടു നിന്നു. ജനവികാരം ഋഷ്യേന്ദ്രമണിക്ക് അനുകൂലമായി തുടങ്ങി.
ഒടുവിൽ ഋഷ്യേന്ദ്രമണിയായ സത്യനെ തൊടാതെ തന്നെ മെഡൽ കയ്യിൽ കൊടുത്ത് അദ്ദേഹം തിരിച്ചുപോയി. കെട്ടിയ വേഷത്തിനനുസരിച്ച് ഈശ്വരൻ പ്രവർത്തിക്കൂ. സ്ത്രീ വേഷത്തിൽ അവിടുന്ന് സ്ത്രീധർമ്മം നിറവേറ്റി. നമുക്ക് ഓരോരുത്തർക്കും ജീവിതത്തിൽ ഒരു വേഷം ഈശ്വരൻ നൽകിയിട്ടുണ്ട്. അതിൻ്റെ ധർമ്മമനുസരിച്ച് ഈ ജീവിത നാടകം ആടിത്തീർക്കണം. 2-ാം ദിവസം. തലേ ദിവസം വിസ്മയകരമായ രീതി നൃത്തം ചെയ്യുകയും ധനശേഖരണത്തിൽ സഹായിക്കുകയും ചെയ്ത ഋഷ്യേന്ദ്രമണിയെ ആദരിക്കണമെന്ന് സംഘാടകർക്ക് തോന്നി. അവർ ഋഷ്യേന്ദ്രമണിയെ വേദിയിലേക്ക് ക്ഷണിച്ചു. എല്ലാവരുടെയും ദൃഷ്ടികൾ സ്റ്റേജിലേക്ക് കയറാൻ പോകുന്ന ഋഷ്യേന്ദ്രമണിയെ തിരഞ്ഞു. അപ്പോഴാണ് നിക്കർ വേഷധാരിയായ സത്യന്റെ വരവ്. പോലീസുകാർ കുട്ടിയെ തടഞ്ഞു. അവർ പറഞ്ഞു, മാറൂ, ഋഷ്യേന്ദ്രമണി വരുന്നുണ്ട്. അവർക്ക് തടസ്സമുണ്ടാകാതെ വഴി കൊടുക്കൂ. അപ്പോഴേക്കും ഹെഡ് മാസ്റ്റർ വന്ന് സത്യനെ വേദിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അദ്ദേഹം അനൗൺസ് ചെയ്തു, ഇന്നലെ ഋഷ്യേന്ദ്രമണിയായി നൃത്തമാടിയത് ഈ കുട്ടിയാണ്. അതുകേട്ട് എല്ലാവരും വിസ്മയിച്ചു പോയി. വിശിഷ്ടാതിഥി സത്യനെ കൈകളിൽ പൊക്കിയെടുത്തു. പിന്നീട് അഭിമാനത്തോടെ പറഞ്ഞു, ഈ നാടിന് തന്നെ മഹത്തരമായ കീർത്തി നീ കൊണ്ടുവന്നു.